ചുമക്ക് വയറാണ്. ഞാൻ വയറും വീണ്ടും പറയാൻ കാരണം വെച്ചാൽ വയറ് പറഞ്ഞ ചെറിയൊരു കവറാണെന്ന് വെച്ചോളൂ, ഒരു പീസിൻ്റെ കവർ. അതിൽ നിറച്ച സാധനട്ടാൽ അത് കെട്ടിയെക്കാനും കൊണ്ടുപോകാൻ പല പ്രശ്നവും. ഒരു സാധാരണ ഇവിടെ അങ്ങാടി കിട്ടുന്ന പിടിയിൽ കിട്ടുന്ന ഒരു കവറിൽ ഒരുപാട് കിലോട്ടാൽ കുട്ടി വിടും ഇല്ലേ, നല്ല നിറച്ചിട്ടാൽ കെട്ടാനും കൂടി കഴിയില്ല. അങ്ങനെയാണ് നമ്മളെ വയറെന്ന് മനസ്സിലാക്കുക. 3-1 ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. 3-1 ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അത് ഉരുണ്ട് മറിയാൻ സ്ഥലമാണ്. ഉരുണ്ട് മറിഞ്ഞ് മര്യാദയ്ക്ക് ദഹിക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ ക്യാൻസർ മാതിരിയുള്ള അസുഖങ്ങൾ വന്നിരിക്കും. ഓക്കെ, അപ്പം എക്സസൈസിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും. അപ്പം നമ്മൾ പിന്നെ എക്സസൈസിൻ്റെ നമ്മൾ അറിയാത്ത ഏറ്റവും വലിയൊരു ഗുണം എന്താ, സോഷ്യൽ കണക്ഷൻ. ഇപ്പം ഞാൻ ഇവിടെ വരാൻ കാരണം എന്താ, മെറ്റ്സവന് പറഞ്ഞൊരു സാധനം ഇവിടെ എത്രയോ ആൾക്കാർ തമ്മിലുള്ള സാമൂഹിക കണക്ഷൻസും ബന്ധങ്ങളും ടൂറും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ നടക്കുന്ന വേറെ ഒരു കാര്യം. പിന്നെ നമുക്ക് മെൻ്റൽ വെൽബീയിങ് ഉണ്ടാവും. പിന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പള്ളക്ക് ഇങ്ങനെ കുടിച്ചാലും ഞാൻ എക്സസൈസിന് പോകുന്നുണ്ട്, എന്തിനും ജീവിതത്തിൽ അന്ന് രാവിലെ നീച്ചാൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഒരു സ്ഥലത്ത് ഒരു സാധനം ഇങ്ങനെ ഇരുന്നാൽ ആ ഇരുന്നുകാണ്ട് നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ആരോഗ്യം 6 മാസം കൊണ്ട് ഇല്ലാതെയോ. നിങ്ങൾ പെരിയിൽ നിന്ന് കൊടുക്കുക ഇറങ്ങണില്ല, കുറേ നേരം ഇങ്ങനെ ടി വിയും കണ്ട് ഉത്തിരിക്കുക, വെറുതെ ഇങ്ങനെ കസാരയ്ക്ക് തുറന്ന് നോക്കി ഓരോ അസുഖം ഇങ്ങനെ എടുക്കും. അപ്പോൾ വരുന്ന വഴി ഇങ്ങനെ ഒരു കാണും. കാരണം നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ട്, നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ചോരയുള്ളൂ. 5 ലിറ്റർ ചോര നോർമലായിട്ടാണ് പറയാം. ആ 5 ലിറ്റർ ചോര ഇങ്ങനെ വീണ്ടും ഉപയോഗിച്ചിട്ട് 7000 ലിറ്റർ ചോര ഒരു ദിവസം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. 7000 ലിറ്റർ ചോര. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ പെരൻ്റെ മുകളിലുള്ള ടാങ്ക് 500-1000 ലിറ്ററാണ് അല്ലേ. 1000 ലിറ്ററുള്ള ടാങ്ക് എന്ന് വിചാരിച്ചോളൂ. അതിൽ 7000 ലിറ്ററോളം ബ്ലഡ്, ഈ 5 ലിറ്റർ ബ്ലഡ് പിന്നെയും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അങ്ങനത്തെ അപ്പോൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ബ്ലോക്ക് ആവും, രക്തം പോകില്ല, ഹൃദയത്തിന് രക്തം കിട്ടൂല. എന്നോ തുടങ്ങിയിട്ടുണ്ടാവും, ഒരു 90-ഓ 95-ഓ അല്ലെങ്കിൽ 2-3 നല്ല വളരെ ഫേമസ് ആയിട്ടുള്ള പൾമനറി ആർട്ടറിയിലുള്ള ഏതെങ്കിലും നല്ല ആർട്ടറി ബ്ലോക്ക് ആകുമ്പോഴാണ് ആൾക്ക് വേദന വരുന്നതും. പോയി നോക്കുമ്പോൾ 99.5 ഉണ്ടായിരുന്നു ബ്ലോക്ക്, 84.5 84.5 ഡോക്ടർ ഇപ്പോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞിന്. രണ്ടും കൂടെ ഒപ്പം ചെയ്യാൻ പറ്റില്ല, ഡോക്ടർ ഇവരോട് പറയില്ല. ഡോക്ടർക്ക് അറിയാം അത് 4 മാസം കഴിഞ്ഞാൽ 95.5 ആവും, അപ്പം ചെയ്യും, 2 പൈസയും വാങ്ങിയേക്കാം. അപ്പം നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ 60% 70% ബ്ലോക്ക് വരുന്ന നമ്മൾ അറിയേയില്ല. അപ്പം കാരണം എന്താ വെച്ചാൽ വേറെ ഓരോ സെല്ല് അങ്ങനെ ശരീരത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. വേറെ ഓരോ ബൈക്കൂടെ ഇങ്ങനെ തിരിച്ചുവിടാൻ നോക്കും. ബൈപ്പാസ് സർജറി പറഞ്ഞാൽ തന്നെ അത് ശരീരം തന്നെ ചെയ്യും. അപ്പോൾ എക്സസൈസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. നമ്മൾ ഒരു 10 മിനിറ്റ് മനസ്സിലാക്കിയ സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശരീരം ഇങ്ങനെ നടക്കുന്നത് കുറേ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലുണ്ടായിട്ടാണ്. ഒരു പൊറാട്ടയാണ് തിന്നാൽ അത് ദഹിക്കണമെങ്കിൽ അതിനുള്ള കെമിക്കലാണ് ചെല്ലണം, എൻസൈമായിട്ട് ചെല്ലണം, പെപ്സിനായിട്ട് ചെല്ലണം, ട്രിപ്സിനായിട്ട് ചെല്ലണം, എന്നാൽ ദഹിക്കും. നമ്മളും മനുഷ്യന്മാർ ഭൂമിയിലുള്ള ഒരാടിനടുത്ത ആ ആടിന് ഒരു ടെൻഷനും ഇല്ല. എൻ്റെ കുട്ടീനെ ഡോക്ടർ ആക്കണം എന്ന് ഏതെങ്കിലും ആട് വിചാരിച്ചില്ല. നമുക്കതാകണം, എൻ്റെ കുട്ടീനെ ഡോക്ടർ ആക്കണം, അതിന് ടെൻഷൻ, ഭയങ്കര ടെൻഷൻ അടിക്കുക. എന്ത് നമ്മളും ഓലും തമ്മിലുള്ള വ്യത്യാസം, നമ്മളെ ബ്രെയിന് ഓലിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ്.